മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഇന്നലെ ജനം ടി വിയിലോ ഏഷ്യാനെറ്റിലോ ഒരു വേദനാജനകമായിട്ടുള്ള വാർത്ത കണ്ടു. പാലക്കാട് ഒരു അനാഥാലയം പോലെ, അനാഥാലയമല്ല ശരിക്കും മാതൃസദനം, 10-60 അമ്മമാര് അവിടെയുണ്ട്. ഗവൺമെന്റിന്റെ സപ്പോർട്ടൊന്നും ഇല്ല. അവർക്ക് ഈ ഹൈന്ദവ സംഘടനകളാണ് ഭക്ഷണമൊക്കെ എത്തിക്കുന്നത്. അവിടെയുള്ള എല്ലാ റീസണബിളി വൃദ്ധരായ അമ്മമാർക്കും മക്കളുണ്ട്. ആ മക്കൾ ഇവരെ ഉപേക്ഷിച്ചതാണ്. ആ മക്കൾ ഉപേക്ഷിച്ച് അവിടെ വന്ന് നിർവികാരരായിട്ടിരിക്കുന്ന ആ അമ്മമാരോട് ഈ TV ചാനലുകാർ പലതും ചോദിച്ചു. ഇതൊക്കെ നമുക്ക് കാണാം. ഈ അമ്മമാർ പറഞ്ഞ്, എന്തിനാ ഞങ്ങളുടെ മക്കളെ കുറിച്ചിട്ട് കുറ്റം പറയിപ്പിക്കുന്നേ? അവരെവിടെയാണെങ്കിലും നന്നായി ജീവിക്കട്ടെ. ഞങ്ങളുടെ ആയുസ് തീരാറായല്ലോ, ഇങ്ങനെയെങ്കിലും തീരട്ടെ. അത്രയും വേദനിപ്പിക്കുന്ന അവസ്ഥയിൽ പോലും മക്കളെക്കുറിച്ച് കുറ്റം പറയാത്തത്. അതേപോലെ കണ്ണൂരില് അഗസ്റ്റിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയും അയാളുടെ ഭാര്യയും അനുഭവിക്കുന്ന വേദനാജനകമായിട്ടുള്ള അവസ്ഥയും ജനം ടി വിയിൽ കണ്ടു. ഞാൻ ആദ്യം പറഞ്ഞതിലേക്ക് ഞാൻ തിരിച്ചു വരാം. ആ വേദനാജനകമായ അവസ്ഥയിൽ ഈ അമ്മയുടെ, അഗസ്റ്റിൻ്റെ ഭാര്യയുടെ കണ്ണ് മരുമകൾ അടിച്ചു പൊട്ടിച്ചു. അച്ഛൻ അഗസ്റ്റിൻ എന്ന് പറയുന്ന ആളുടെ ഈ എല്ലൊക്കെ പൊട്ടിച്ചു, ചെവി അടിച്ചു പൊട്ടിച്ചു, കാണുന്നില്ല. ഇവര് ശരിക്ക് കോരിച്ചൊരിയുന്ന മഴയത്ത് ഒരു കൂടിൻ്റെ ഒരു മൂലയ്ക്കൽ ഇരിക്കുന്ന മാടപ്രാവുകളെ പോലെ ആ വീട്ടിലിരിക്കുകയാണ്. ഹൈക്കോർട്ട് ഓർഡർ ഉണ്ട്, ഇവരുടേതായിട്ടുള്ളതാണ് ഈ വീട്. ആ വീട്ടിൽ ഒരു കാരണവശാലും മകനും മരുമകളും കയറരുതെന്ന് ഓർഡർ ഉണ്ട്. ആ ഓർഡർ ലംഘിച്ചുകൊണ്ടാണ് ഈ അമ്മയെയും, വാർദ്ധക്യത്തിലുള്ള അമ്മയെയും, മേരി എന്ന ഭാര്യയുടെ പേര്, അഗസ്റ്റിൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, പാവം വിറച്ച് ഈ ചാനലിനോട് ഇവർ പറയുന്നൊരു കാഴ്ച കണ്ടപ്പോൾ പൊട്ടിക്കരയാനാ തോന്നിയത്. മകനും മരുമകളും കണ്ണടിച്ചു പൊട്ടിക്കുക, ചെവി അടിച്ചു പൊട്ടിക്കുക, എല്ലടിച്ചു പൊട്ടിക്കുക. ജീവനുള്ള അച്ഛൻ്റെയും അമ്മയുടെയും ആലോചിച്ച് നോക്കണം. എന്നിട്ട് അവരെ പുറത്താക്കാൻ, അവരുടെയാണ് പ്രോപ്പർട്ടി, കോർട്ട് ഓർഡർ ഉണ്ട്. ഈ 2 വൃദ്ധര്, ഭാര്യയും ഭർത്താവും, അതായത് ഈ അഗസ്റ്റിനും മേരിയും പോലീസ് സ്റ്റേഷനിൽ പരാതിപ്പെട്ടു. ഒരാക്ഷനും ഇല്ല. അവര് ഇവിടെ പള്ളിയിൽ ചെന്ന് പരാജയപ്പെട്ടു. അവർ തന്നെയാണ് പള്ളിയിൽ പരാതിപ്പെട്ടു. അച്ഛൻ യാതൊന്നും ചെയ്തിട്ടില്ല. അറിഞ്ഞൂടാ, ഇനി ഇവർക്ക് ചെറുപ്പക്കാരികളായ മക്കളില്ലാത്തത് കൊണ്ടാണോ എന്ന് അറിഞ്ഞൂടാ. അച്ഛൻ യാതൊന്നും ചെയ്തിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. ഒരു വേദനാജനകമായ, ശരീരം എഴുന്നേറ്റ് നടക്കാൻ പറ്റാതെയായ അച്ഛനും അമ്മയ്ക്കും, ഒന്ന് മക്കള് അവരെ നോക്കുന്നില്ല എന്നുള്ളത് ആദ്യം പറഞ്ഞത്. ഇത് മക്കൾ കൊടുക്കുന്ന ഹീനകൃത്യം. ഞാൻ വാട്സപ്പിൽ ഒരു സന്ദേശം ഉണ്ടായിരുന്നു, അത് പെട്ടെന്ന് വായിച്ചാൽ ഒന്നും മനസ്സിലാവില്ല. അമ്മയെ അനാഥാലയത്തിലെ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കിയിട്ട് മക്കള് തിരിച്ചു വന്ന് അവർ ഓഫീസിൽ പോകുന്നു. 1-2 ദിവസം കഴിയുമ്പോൾ അനാഥാലയത്തിൽ നിന്ന് ഈ അമ്മയുടെ മക്കൾക്കൊരു ടെലിഫോൺ കോൾ. നിങ്ങൾ ഇവിടെ അമ്മയെ കൊണ്ടാക്കിയതിന് ശേഷം നിങ്ങളുടെ കൂട്ടത്തിൽ വന്നതാണെന്ന് തോന്നുന്നു, ഒരു പട്ടി ഇവിടെയുണ്ട്. അത് ഒരു തരത്തിലും ക്യാമ്പസ് വിട്ട് പോകുന്നില്ല. ഇവിടെ പ്രായമായവരാണ് ഉള്ളത്. ഈ പട്ടിയെ പുറത്താക്കിയിട്ട് വാതിലടച്ചാൽ അത് മതിലിയാടി വീണ്ടും അകത്തേക്ക് വരുന്നു. ഈ പട്ടി നിങ്ങളുടെ ആണെങ്കിൽ ഉടനെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് ഈ വൃദ്ധസദനത്തിലെ ഭാരവാഹികൾ മക്കളെ വിളിച്ചു പറഞ്ഞപ്പോൾ മക്കള് തിരിച്ച് വൃദ്ധസദനത്തിലെ ഭാരവാഹികളോട് പറയുന്നത്, അയ്യോ, നമ്മുടെ വീട്ടിലെ പട്ടി പോയിട്ട് എത്ര ദിവസമായി, ഞങ്ങൾ വിഷമിച്ചിരിക്കുകയാണ്, അത് എവിടെ പോയി എന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിനെ കൊണ്ടുപോകാൻ ഇപ്പോൾ ഞങ്ങൾ വരാം, അതേ വന്നു കഴിഞ്ഞു. അപ്പൊ ആ പട്ടിയുടെ സ്ഥാനം പോലും ആ അമ്മയ്ക്ക് കൊടുത്തിട്ടില്ല. ഞാനത് നേരിട്ട് നിങ്ങളോട് പറയാം. ആ അമ്മ പോയതിൽ വീട്ടിൽ കരച്ചിലും ദുഃഖവും ഒന്നുമില്ല. ഇവരെ സംരക്ഷിക്കേണ്ടത് കൊണ്ടാണ് ആ പട്ടി. ഇനി ആ പട്ടിക്ക് വയസ്സാവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് ദൈവത്തിനറിയാം.
ഈ രണ്ടിനെയും കൂടി ചേർത്ത് ഞാൻ ഒന്ന് പറയാം. ഞാൻ പറഞ്ഞ 2+1 3 എക്സാമ്പിളും ചേർത്ത് പറയാം. മക്കളെ, നിങ്ങൾക്കും വയസ്സാവില്ലേ? നിങ്ങൾക്കും വാർദ്ധക്യത്തിന്റെ ക്ലൈമാക്സിലെത്തുമ്പോൾ നടക്കാൻ പറ്റാതെ ആവില്ലേ? നിങ്ങൾക്കും രോഗം വരില്ലേ? നിങ്ങളുടെ മക്കൾ നിങ്ങളോട് ഇതേപോലെ പെരുമാറില്ലേ? അപ്പം നിങ്ങൾ ആരോട് പറയും? താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന മിനിമം വാക്കുണ്ടല്ലോ. For every good action there is an equal and opposite good reaction. For every bad action there is an equal and opposite bad reaction. എന്തിനാ മക്കളെ ജന്മം നൽകി വളർത്തി വലുതാക്കി അമ്മയുടെ ശാപം മേടിക്കുന്നത്? 10 ജന്മം ജനിച്ചാലും അമ്മയുടെ ശാപം കിട്ടിയാൽ നന്നാവില്ല. നിങ്ങൾ നന്നാവില്ല. അച്ഛന്റെ ശാപം കൊണ്ട് വലുതായിട്ടൊന്നും സംഭവിക്കാനില്ല. എന്നാലും ചെയ്യല്ലേ? കാരണം അമ്മയുടെ ഗർഭത്തിലാ 278 ദിവസം അമ്മ നിങ്ങളുടെ ചവിട്ടും എല്ലാം അനുഭവിച്ച് രക്തത്തിന്റെ ഭാഗമായിട്ട് മുലപ്പാല് തന്ന ആ അമ്മയെ ഇങ്ങനെ വേദനിപ്പിച്ചാൽ ഏത് നരകത്തിലാ നിങ്ങൾ പോയി വീഴുക? ഏത് നരകം? ഭൂമി തന്നെയാണ് നരകം. മകനായാലും മരുമകനായാലും മകളായാലും മരുമകളായാലും ജന്മം നൽകി വളർത്തി വലുതാക്കിയ അമ്മയെ നിങ്ങൾ ബാഹുബലി കാണിക്കണമെന്നില്ല, ശംഖുമുഖം കാണിക്കണമെന്നില്ല, ഹോട്ടലിൽ കൊണ്ടിട്ട് ഭക്ഷണം കഴിക്കണമെന്നില്ല. സ്വസ്ഥമായിട്ട് നമ്മളുടെ കൂട്ടത്തിൽ ഒരാളായിട്ട് ഒരു അരമണിക്കൂർ അവരുടെ കൂട്ടത്തിൽ സംസാരിച്ച്, നമ്മുടെ കൂട്ടത്തിൽ ഭക്ഷണം കഴിച്ച്, അവർക്ക് കാണാൻ ഒരു TV വെച്ച് കൊടുത്ത്, അവർക്ക് കുറെ മന്ത്രങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുത്ത്, അവർക്ക് നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ഓരോ കപ്പ്. അവരില്ലായിരുന്നെങ്കിൽ നിങ്ങളില്ലല്ലോ മക്കളെ. അവരില്ലെങ്കിൽ നിങ്ങളില്ലല്ലോ ഈ ഭൂമിയിൽ. അവർ കാരണമല്ലേ നമ്മൾ ഈ ഭൂമിയിലേക്ക് വന്നത്. അങ്ങനെ എല്ലാം ചെയ്തു എന്ന് അവരുടെ തന്നെ സ്വത്തല്ലേ. അവരല്ലേ നിങ്ങളെ പഠിപ്പിച്ചത്. അവരല്ലേ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ വീട്ടിൽ ഭക്ഷണം തന്നത്. അവർ ചെലവഴിച്ച സമയവും അവർ ചെലവഴിച്ച ഊർജവും അവർ ചെലവഴിച്ച ആ സാധനങ്ങളും ഒന്നും അവർ കണക്കിട്ടിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. അപ്പൊ തിരിച്ചു കൊടുക്കണ്ടേ? 8% ഇൻട്രസ്റ്റോടുകൂടി കൊടുക്കണ്ട. മിനിമം അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കണ്ടേ? അവരെ അനാഥരാക്കി റോട്ടിൽ കിടന്ന് അവർ മരിക്കുമ്പോൾ അന്ത്യത്തിൽ നെഞ്ചത്ത് കൈവച്ച് ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ആ ഏൽക്കുന്ന ശാപത്തിൽ നിങ്ങൾ പുഴുത്ത് ഇല്ലാതെയാവുന്നുള്ളത് ഉറപ്പാ. കാരണം അമ്മയ്ക്ക് തുല്യം അമ്മ മാത്രം. ഞാൻ അച്ഛന്റെ പേരെടുത്ത് പറയാതിരിക്കാൻ കാരണം അച്ഛനെന്ന് ഒരു പുരുഷന്റെ ശരീരത്തിന് സ്ത്രീയുടെ ശരീരം അനുഭവിക്കുന്ന വേദന ജീവിതത്തിൽ അനുഭവിക്കില്ല. എന്നും മകനേക്കാൾ ശ്രേഷ്ഠത മകൾക്ക്, ഭർത്താവിനേക്കാൾ ശ്രേഷ്ഠത ഭാര്യയ്ക്ക്, അച്ഛനേക്കാൾ ശ്രേഷ്ഠത്വം അമ്മയ്ക്ക്, സഹോദരനേക്കാൾ മഹത്വം സഹോദരിക്ക്. അവരുടെ ജന്മം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അവരെ നിങ്ങൾ 1 മണിക്കൂർ ചീത്ത പറയും, എന്നിട്ട് അടുത്ത് ചെന്നിരിക്കും, നിങ്ങളെ അവർ ആശ്വസിപ്പിക്കും. ഒരുപക്ഷെ അച്ഛൻ അത് ചെയ്തു എന്ന് വരില്ല, അമ്മ അത് ചെയ്യും. നിങ്ങൾ 15 വർഷം അവരെ കൊണ്ടുപോയിട്ട് എവിടെയെങ്കിലും ഉപേക്ഷിച്ച് 16ാമത്തെ വർഷം അവരെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവരും. ആ 15 വർഷം അവരനുഭവിച്ച നരകയാതനയ്ക്ക് നിങ്ങളെ അവർ ചീത്ത പറയില്ല. അതാണ് അമ്മ. ആ അമ്മയുടെ ശാപം നിങ്ങൾ മേടിക്കല്ലേ മക്കളെ. ആ അനാഥാലയത്തിലെ ആ അമ്മമാരുടെ മുഖം കണ്ടപ്പോഴത്തേക്ക് നെഞ്ച് കത്തി എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ അമ്മയാണ്. അവസാനം മാനസിക രോഗിയായിട്ടാണ് എൻ്റെ അമ്മ മരിച്ചത്. ഈ പാർക്കിൻ പ്ലസ് എന്ന ഡ്രഗ് കൊടുക്കുമ്പോൾ തളർന്ന അമ്മ ഇങ്ങനെ തൂങ്ങിയിരിക്കുന്ന കാഴ്ച, ഞാൻ അവസാനത്തെ ശ്വാസം വരെ അമ്മയുടെ മടിയിൽ ഞാൻ വെറുതെ തലവെച്ച് 2 മിനിറ്റ് കിടക്കും. അമ്മ തലോടും. അമ്മയ്ക്ക് 89 വയസ്സായിട്ട് 78ാമത്തെ വയസ്സിൽ മരിക്കും. അമ്മ മരിക്കുമ്പോൾ അടുത്തുണ്ടായിരുന്നു, തലോടിക്കൊണ്ടിരുന്നു. ബാലകൃഷ്ണ ഞാൻ പോവാണെന്ന് പറഞ്ഞിട്ടാണ് അമ്മ മരിച്ചത്. ആൾമോസ്റ്റ് എൻ്റെ മടിയിൽ കിടന്ന് മരിച്ചു. ഞാനിത് നിങ്ങളോട് പറഞ്ഞു, ഇതിനേക്കാളും വലിയ പുണ്യം എന്താ വേണ്ടേ? അവർക്കൊന്നും വേണ്ട, ഒന്ന് ചിരിക്കാൻ നിങ്ങൾ കൂട്ടത്തിൽ നിന്ന് കൊടുക്കണം. ഒരു പിടി ഭക്ഷണം ശരിക്കും നിങ്ങളുടെ വായിലേക്ക് അമ്പിളിമാമനെ കാണിച്ച് ചോറ് തന്ന, നിങ്ങളെ കുളിപ്പിച്ച, നിങ്ങൾ ചിരിക്കുന്ന കണ്ട് ചിരിച്ച, നിങ്ങളോടൊപ്പം ഓടിക്കളിച്ച, നിങ്ങളെ കൈപിടിച്ച് നടത്തിച്ച ആ അമ്മയും അച്ഛനും അന്ത്യത്തില് വൃദ്ധസദനത്തിൽ കരഞ്ഞ ദിവസം എണ്ണി കഴിയുന്ന ആ ഗതികേട് നിങ്ങൾക്ക് വരാതിരിക്കില്ല അവരെ അനുഭവിപ്പിച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് ഞാൻ പറയും, LKG കൊണ്ടാക്കലും സ്കൂളിൽ കൊണ്ടാക്കിയിട്ട് നിങ്ങളെ പഠിപ്പിച്ച് നിങ്ങളുടെ മാർക്ക് കണ്ട് സന്തോഷിച്ച് നിങ്ങളെ വലുതാക്കി ഉയരണമെന്ന് പറഞ്ഞ് അവരുടെ ദുഃഖങ്ങളൊന്നും അറിയിക്കാതെ നിങ്ങളെ വളർത്തി അവരെ കൊണ്ടുപോയിട്ട് ഈ വൃദ്ധസദനത്തിലാക്കല്ലേ. പക്ഷെ വീട്ടിൽ നരകിപ്പിക്കല്ലേ. വീട്ടിൽ നരകിപ്പിക്കുമെങ്കിൽ വൃദ്ധസദനത്തിൽ തന്നെ അവരിയ്ക്കട്ടെ. ഞാനിത് നിങ്ങളോട് പറയുന്നു. 3 കാര്യങ്ങൾ. 1 പട്ടിയുടെ കാര്യം പറഞ്ഞു, 2 അഗസ്റ്റിന്റെയും മേരിയുടെയും കാര്യം ഇന്നലെ TV കണ്ടത് പറഞ്ഞു, 3
ഈ പാലക്കാട് കല്ലേക്കുളങ്ങരയാണെന്ന് തോന്നുന്നു, അവിടെയുള്ള 1063 അമ്മമാരുടെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ കണ്ടതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു. അമ്മമാരുടെ ശാപം ഏറ്റെടുക്കല്ലേ മക്കളെ. പ്രണാമം, നമസ്കാരം.